മലപ്പുറത്തെ ബിജെപിയുടെ ഇത്തവണ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ അബ്ദുൽ സലാം. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല മുൻ VC കൂടിയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ബിജെപിക്ക് വേണ്ടി ഇത്തവണ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ബിജെപി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. തനിക്ക് നല്ല അനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കഥയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പെരുന്നാൾ ദിവസം പള്ളിയിലെത്തിയപ്പോൾ തനിക്ക് ചില മോശപ്പെട്ട അനുഭവം ഉണ്ടായെന്നാണ് അദ്ദേഹം ഇന്നലെ അനുമോദിനോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. പലപ്പോഴും BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലായിടത്തും സ്വീകാര്യത കിട്ടുന്നുണ്ടോ? ആരെങ്കിലും മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. ഞാൻ അതിനെ ഒറ്റപ്പെട്ടതായിട്ടേ കാണുന്നുള്ളൂ. മലപ്പുറത്തെ ജനങ്ങളായിട്ടല്ലയോ എൻ്റെ അനുഭവം. 4 കൊല്ലം ഞാൻ ഇവിടെ കിടന്നതല്ലേ. അവർക്ക് കെട്ടിപ്പിടിക്കാനും കുത്തിയിരിക്കാൻ പറയാനും കാപ്പ് കുടിക്കാൻ പറയാനും മന്തി കഴിക്കണമെന്ന് പറയാനും അങ്ങനെയുള്ള ചിരിക്കാനും ഒക്കെ അവർക്കറിയൂ. അതിൻ്റെ ഇടയിൽ ചില അങ്ങും ഇഞ്ഞും കാണും. അതിനെ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഞാൻ ഇഗ്നോർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു അഭിമുഖത്തിൽ എവിടെ വായിച്ചു ഒരു പള്ളിയിൽ നിന്ന് മോശമായിട്ട് അനുഭവം ഉണ്ടായിരുന്നു? അതുണ്ടായി. ഈ മാതിൻ പള്ളിയിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് നിസ്കരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ് ബാക്കിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഈദ് മുബാറക്ക് പറഞ്ഞ് പോകുമ്പോൾ ഒരാൾ ചാടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്നറിയോ, നിങ്ങളെ ഹിന്ദുക്കളോട് ചേർത്ത് നിന്ന് മുസ്ലിങ്ങളെ കൊല്ലുന്ന ആളല്ലേ, ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വല്ലാതെ വേദനിച്ചെന്നുള്ള സത്യം. പിന്നെ ഞാൻ കളഞ്ഞു. എല്ലാവരുടെയും സമീപനം അങ്ങനെയല്ലോ. അല്ലല്ല, അതാണ് നമ്മൾ ഒറ്റപ്പെട്ട അപൂർവം. എല്ലാവരുടെയും സമീപനം കെട്ടിപ്പിടിക്കുക, കുത്തിരിക്കാൻ പറയുക, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് ചെറിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു, അപ്രിയമല്ലാത്ത ചില അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികകളിൽ ഇനിയും ഈ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിൽ 2ാം ഘട്ടം കൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ ഇതുവരെയുള്ളതിൽ ഏക മുസ്ലിം നാമധാരി, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി ആണ് അബ്ദുൽ സലാം എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇനിയിപ്പോൾ വിട്ടുപോയതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മറ്റ് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നത് എന്നതുകൂടിയാണ് BJP ദേശീയ നേതൃത്വം അടക്കം ഈ പ്രതികരണത്തെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയേണ്ടത്. ശരിയാണ്. നമുക്ക് അനുമോദിനോട് ചോദിക്കാം. അനുമോദനാണ് അദ്ദേഹം സംസാരിച്ചത്. CV അനുമോദ് നമുക്കൊപ്പം ഉണ്ട്. അനുമോദ്, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഈ ഉന്നയിക്കുന്ന ഈ ആക്ഷേപം അതെന്താണ് സംഭവിച്ചത്? അതിന്റെ ഒരു വസ്തുത അത് എത്രമാത്രമുണ്ട്? സജിത്ത്, അഭിലാഷ്, ഇത് കഴിഞ്ഞ പെരുന്നാൾ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹം പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിനായി ഗ്രാൻഡ് ജുമാ മസ്ജിദിലായിരുന്നു എത്തിയിരുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ അവിടെയുള്ളവർ സ്വീകരിക്കുകയും അദ്ദേഹം പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുകയും അതിനുശേഷം അദ്ദേഹം അവിടെ എത്തിയ ആളുകളോട് അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് പ്രായമായ ഒരു മനുഷ്യൻ അവിടെ എത്തി അദ്ദേഹത്തോട് ഇത്തരത്തിൽ പെരുമാറുന്നത്. അദ്ദേഹത്തോട് മോശമായി പെരുമാറുകയും ആ ഒരു സംഭവം അദ്ദേഹത്തിന് വലിയ ഷോക്കാവുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അത്തരത്തിലൊരു കാഴ്ച കണ്ട് ഞെട്ടുകയും ചെയ്തു. കാര്യം സാധാരണ മലപ്പുറത്തെ പള്ളികളിലൊന്നും തന്നെ, മലപ്പുറത്ത് എവിടെയും അങ്ങനെ ഒരാളെ ഒരു രാഷ്ട്രീയ ഇതിൻ്റെ മുകളിൽ ഇത്തരത്തിൽ പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അബ്ദുൽ സലാമിനോടുള്ള ഈ പെരുമാറ്റം അവിടെ വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇദ്ദേഹം ഇത് അന്ന് എവിടെയും കാര്യമായിട്ട് ഒരു പരാതിയായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരുന്നില്ല എന്നൊരു വാസ്തവമാണ്. പക്ഷേ പിന്നീടൊരു ദേശീയ മാധ്യമത്തിൽ അദ്ദേഹം ഇതൊരു അഭിമുഖത്തിൽ നൽകിയപ്പോഴാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് നടന്ന കാര്യങ്ങൾ വിശദമായി പറയുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും ആരോടും ഒരു പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നില്ല എന്നതുകൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അന്ന് അതിനുശേഷവും നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. നമ്മൾ മാത്രമല്ല, മറ്റു മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം അതിനെ കണ്ടത്. പക്ഷേ ഇതൊരു BJPയുടെ മലപ്പുറത്തുള്ളവർക്ക് ഉള്ള ഒരു തൊട്ടുകൂടായ്മ, അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് ഇന്ന് വേണം ഇതിനെ കാണാൻ. ഇതുകൂടി ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി നിവേദിതയെ കുറ്റിപ്പുറത്തെ KMCT കോളേജിൽ MSFും KSU അടങ്ങുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ തടഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതും നിവേദിത അന്ന് വലിയ ഒരു പ്രശ്നമായിട്ട് വാർത്താ സമ്മേളനം നടത്തുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അതും ഇതുമായി നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥികളോട് മലപ്പുറത്തിൽ കുറച്ചു പേർക്കെങ്കിലും ഒരു തൊട്ടുകൂടായ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു വിരോധമുണ്ട്. അത് പലപ്പോഴായിട്ട് പുറത്തു വരുന്നുണ്ട്. പണ്ടത്തേക്കാൾ അല്പം കുറഞ്ഞിട്ടുണ്ട് ഈ വിരോധമെങ്കിൽ പോലും പലരും ഇത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം.
അതാണ് ഇത്തരത്തിലൊരു തിക്താനുഭവം ഉണ്ടാകുന്നു, മോശം അനുഭവം തനിക്കുണ്ടായി എന്ന് BJP സ്ഥാനാർത്ഥി തന്നെ പറയുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ആ പ്രദേശത്തിന്റെ പ്രത്യേകതയും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള സാഹചര്യമാണ്. എങ്കിൽ പോലും അതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ ആണ് കാണേണ്ടത്. പക്ഷേ തൊട്ടടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കും കോളേജിലേക്ക് പ്രവേശിക്കാൻ SFIയും MSFും ഒന്നും അനുവദിച്ചില്ല എന്ന് പറയുന്ന ആ പ്രതികരണത്തോട് ചേർത്ത് വെക്കുക കൂടിയാണ് അനുമോദ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തെ.